മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മട്ടന്നൂരിൽ കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്ന മട്ടന്നൂർ സ്പോർട്സ് കോംപ്ലക്സിന്റെയും മട്ടന്നൂർ വർക്കിംഗ് വുമൺസ് ഹോസ്റ്റലിന്റെയും നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. 39 കോടിയോളം രൂപ ചെലവിട്ടാണ് ഇരു പദ്ധതികളും പൂർത്തിയാക്കുന്നത്. മട്ടന്നൂർ നഗരസഭയിലെ അയ്യല്ലൂർ റോഡിൽ കനാലിന് സമീപം ഇറിഗേഷനിൽ നിന്നും വിട്ടുകിട്ടിയ 3.90 ഏക്കർ ഭൂമിയിലാണ് 24.10 കോടി രൂപ ചെലവിട്ട സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഇൻഡോർ സ്റ്റേഡിയവും പ്ലെയേഴ്സ് റൂമും അനുബന്ധ സൗകര്യങ്ങളുമാണ് ഉള്ളത്. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ കോർട്ടുകൾ, ഫിറ്റ്നസ് സെന്റർ, 1500ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സ്റ്റേഡിയം എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കുക. രണ്ടാം ഘട്ടത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള അക്വാറ്റിക് കോംപ്ലക്സും നിർമ്മിക്കും. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ റവന്യൂ ടവറിന് സമീപത്തായാണ് 3 നിലയുള്ള വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നത്. 46 സെന്റ് സ്ഥലത്ത് 14.44 കോടി രൂപ ചെലവഴിച്ചാണ് വനിതാ ഹോസ്റ്റൽ നിർമ്മിക്കുന്നത്. വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ വനിതാ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും വർദ്ധിച്ചുവരുന്ന താമസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ പണിയുന്നത്. 150ഓളം പേർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും. വാഹന പാർക്കിംഗ് സൗകര്യവും സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഉണ്ടാകും. കിടപ്പുമുറികൾ, അംഗപരിമിതർക്കുള്ള മുറി, ഇൻഡോർ ഗെയിം, വാർഡനുള്ള മുറി, ഡേ കെയർ സെന്റർ, ഡൈനിങ് റൂം, ലോബി, ഓഫീസ് ഏരിയ, അടുക്കള, വർക്ക് ഏരിയ, സെക്യൂരിറ്റി ക്യാബിൻ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കെ ശൈലജ MLA നിർവഹിച്ചു. മട്ടന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളേക്ക് ഒരു അസറ്റായിട്ടുള്ള എന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിന് ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടായി. അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷത്തിന് വക നൽകുന്ന കാര്യം. ഇവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് വേണമെന്നാണ് ആഗ്രഹിച്ചത്. ഒരു നീന്തൽക്കുളം മാത്രമാകുമ്പോൾ എപ്പോഴെങ്കിലും നടക്കുന്ന ഒരു വലിയ ഏതെങ്കിലും തരത്തിലുള്ള അന്താരാഷ്ട്ര മേളകൾക്കൊക്കെ അത് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കെട്ടിടം എടുക്കാനും ഇതിനുള്ള സ്ഥലത്തിനും ഒക്കെ ആയിട്ട് പണം കണ്ടെത്താൻ കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. നഗരസഭാ ചെയർമാൻ N. ഷാജിദ് അധ്യക്ഷത വഹിച്ചു. തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ കൈതേരി മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. ജിതിൻ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ O. പ്രീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുഗതൻ, P. ശ്രീനാഥ്, P. അനിത, C. ശ്രീലത, PK ജഗന്നാഥൻ, ജയരാജൻ കണിയേരി, VP ഇസ്മായിൽ, P. സത്യകുമാർ, M. രതീഷ്, CH വത്സലൻ, PP ജലീൽ, M. മുകുന്ദൻ, KP രമേശൻ, KP അനിൽകുമാർ, അച്യുതൻ, മണാട് കുമാർ, മുസ്തഫ ദാവാരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.